നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ ഹരിതചട്ട പാലനം, മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജില്ലാതല പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ശക്തമായ മഴയും ഇടിമിന്നലും ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയോടൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോറിസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൽ ഗഫൂർ, ടി സിദ്ദിഖ്, കെ എ തുളസി, ഒ ജെ ജനീഷ് എന്നിവരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, എം പിമാരായ പ്രിയങ്ക ഗാന്ധി, കെ സി വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുൻ കേന്ദ്രമന്ത്രി അംബിക സോണി, നിയുക്ത സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയുക്ത ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക്, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ, ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജില്ലാ ശുചിത്വ മിഷന്റെ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. കോഴിക്കോട് ബ്ലോക്ക് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, രാമനാട്ടുകര നഗരസഭ മികച്ച നഗരസഭ, കോഴിക്കോട് കോർപ്പറേഷൻ മികച്ച പ്രവർത്തനം എന്നിവയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദ്, റീൽസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് എന്നിവരുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ LSTD ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ET രാഗേഷ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ CK സരിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ ഹരിതചട്ട പാലനത്തിന് മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം കോഴിക്കോടിനായിരുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഇനി മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 17 പോയിന്റുകളുള്ള വിശദമായ ചെക്ക് ലിസ്റ്റും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ കെട്ടിടത്തിന്റെ ബലം, ചുറ്റുമുതലിലെ സുരക്ഷ, അപകടകരമായ കുഴികളോ ചരിവുകളോ ഇല്ലാത്ത അവസ്ഥ, മരങ്ങളുടെയും ശിഖരങ്ങളുടെയും സുരക്ഷ എന്നിവ അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. കൂടാതെ ആസ്ബസ്റ്റോസ്, ടിൻ, അലൂമിനിയം ഷീറ്റുകൾ പാകിയ മേൽക്കൂരകൾ മാറ്റിയിട്ടുണ്ടെന്നും കിണറുകൾക്കും മറ്റും സുരക്ഷിതമായ സംരക്ഷണ ഭിത്തികൾ ഉണ്ടെന്നും ഉറപ്പാക്കണം. വൈദ്യുത സുരക്ഷയ്ക്കും ശുചിത്വത്തിനും പ്രത്യേക പ്രാധാന്യമാണ് പുതിയ നിർദ്ദേശങ്ങളിൽ നൽകിയിരിക്കുന്നത്. സ്കൂളുകളിലെ ഇലക്ട്രിക്കൽ വയറിംഗ് സുരക്ഷിതമാണെന്നും ട്രാൻസ്ഫോമറുകൾക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ടെന്നും അധികൃതർ ഉറപ്പുവരുത്തണം. മതിയായ വെന്റിലേഷനുള്ള വൃത്തിയുള്ള ശൗചാലയങ്ങൾ, കുടിവെള്ള ലഭ്യത, സ്കൂൾ പരിസരത്തെ മാലിന്യ നിർമ്മാർജ്ജനം, എലി നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പ്രത്യേകം കൈപ്പറ്റേണ്ടതുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വേനൽ മഴയോട് അനുബന്ധിച്ച് ഇടിമിന്നൽ അപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം. സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. പട്ടം പറത്തുന്നതും ഒഴിവാക്കുക. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതു ജാഗ്രതാ നിർദ്ദേശങ്ങൾ stma.kerala.gov.in/wind warning എന്ന ലിങ്കിൽ ലഭ്യമാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്.
മഴയറിവ് മഴമാപിനി സ്ഥാപിക്കൽ എറണാകുളം ജില്ലയിലെ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി അവലോകന യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക യോഗം ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് പ്രാദേശിക സമൂഹത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഴയറിവ് മഴമാപിനി സ്ഥാപിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കേണ്ടതും അതിനനുസൃതമായി ഒരു ജീവിത രീതി വളർത്തിയെടുക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ഈ പദ്ധതി പഞ്ചായത്തുകൾ ഏറ്റെടുക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരശേഖരണം കൂടുതൽ സുതാര്യമാക്കാൻ സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടെ ഒരു ആപ്പ് വികസിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ വിശകലനം ചെയ്യാൻ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സേവനം ഉറപ്പാക്കുമെന്നും കളക്ടർ അറിയിച്ചു. നിലവിൽ 10 പഞ്ചായത്തുകളിൽ മഴയറിവ് പദ്ധതി നടപ്പിലാക്കി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജില്ലയിലെ 96 ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും. പദ്ധതിയുടെ ഭാഗമായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾക്കും ആദ്യഘട്ടത്തിൽ മഴയറിവ് പദ്ധതി നടപ്പിലാക്കിയ 10 ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾക്കും ജില്ലാ കളക്ടർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജി ഉല്ലാസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അനിൽകുമാർ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടറുകൾ ആരംഭിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ഷെൽട്ടർ നിർമ്മാണത്തിനായി ബ്രഹ്മപുരത്ത് 1 ഏക്കറോളം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഷെൽട്ടറിന്റെ ഡിസൈൻ ജോലികൾ പുരോഗമിക്കുകയാണ്. കൂടാതെ കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കുസാറ്റ്, കോതമംഗലം, കറുകുറ്റി എന്നിവിടങ്ങളിലും ഷെൽട്ടറുകൾക്കായി സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ടി ആർ ഷേർലി, മൃഗസംരക്ഷണം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ തുറക്കലിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാതല അവലോകന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നിർമ്മാണ പ്രവൃത്തികളും ഈ മാസം 30 പൂർത്തിയാക്കണമെന്നും പ്രസിഡന്റ് എ മഹേന്ദ്രൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 42 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവയുടെ ഒരുക്കങ്ങൾ പരിശോധിക്കുന്നതിനാണ് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് രാധാകൃഷ്ണൻ, ആർ രാഹുൽ, ഡി അംബുജാക്ഷി ടീച്ചർ, സന്ധ്യ ബെന്നി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വി പ്രദീപ്, മറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ചാരമംഗലം ഗവൺമെന്റ് DVHSSൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ ജില്ലയിലെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് മുൻഗണന നൽകുന്ന രീതിയിലാകണം പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജൂൺ 1 രാവിലെ 10 മണിക്ക് ഗവൺമെൻറ് DVHSSലാണ് ജില്ലാതല പ്രവേശനോത്സവം നടക്കുക. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, സ്കൂൾ പ്രധാന അധ്യാപിക രശ്മി ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാലവർഷ മുന്നൊരുക്കം, മഴക്കാല പൂർവ്വ ശുചീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കണക്കിലെടുത്ത് പ്രാദേശിക ദുരന്ത പ്രതിരോധ പദ്ധതി തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷം മൺസൂൺ നേരത്തെ എത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ വിവിധ വകുപ്പുകൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. റോഡുകളുടെ വശങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളും ചില്ലകളും ഉടൻ മുറിച്ചു മാറ്റണം. വിവിധ ബ്ലോക്കുകളിലെ ഉന്നതികളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വനം വകുപ്പ് നടപടി സ്വീകരിക്കും. പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണികളുള്ള പ്രദേശങ്ങളെപ്പറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ വിവരങ്ങൾ ശേഖരിക്കും. ആവശ്യമായ ഉപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനും കളക്ടർ നിർദ്ദേശിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർമാരായ സുജിത് കരുൺ, അതുൽ സ്വാമിനാഥൻ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ട്രിക്റ്റ ടെക്നോളജി CEO ജോമോൻ ജേക്കബ്, CTOമാരായ അരുൺ ജി ടോം, എ സജേഷ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസിന്റെ സ്റ്റേറ്റ് കൊളാബറേറ്റീവ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നത്. പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ജില്ലയാണ് കോഴിക്കോട്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു മൊബൈൽ ആപ്പ് രൂപകൽപ്പന ചെയ്യുന്നത്. പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കാലവർഷ മുന്നൊരുക്ക അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാതലത്തിൽ യോഗം ചേർന്ന് മഴക്കാല ദുരന്ത സാധ്യതകളെ നേരിടാൻ പ്രാദേശിക കർമ്മ പദ്ധതി തയ്യാറാക്കാനായി തീരുമാനിച്ചു. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ ഉള്ളവരുടെ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും വില്ലേജ് തലത്തിലും പുതുക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികളെല്ലാം എല്ലാ വകുപ്പുകളും സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അദ്ദേഹം നിർദ്ദേശിച്ചു. നിയുക്ത MLAമാരായ വർഗീസ് മാമൻ, CV ശാന്തകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീന മറോയ് എന്നിവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരായി.
2025-26 വർഷത്തെ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വയനാട് ജില്ലയിലെ 4 പട്ടികവർഗ കലാസംഘങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. മുണ്ടേരി പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ DR മേഘശ്രീ മുഖ്യാതിഥിയായി. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ചെയർമാൻ P. വിശ്വനാഥൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗിരിജ കൃഷ്ണൻ, സൽമാ റോയ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബെന്നി ജോസഫ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ദുരന്ത നിവാരണ സമിതി ജില്ലാതല യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായി. യോഗത്തിൽ വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. നിർമ്മാണത്തിനായി അടച്ചിട്ടുള്ള ചേർക്കള ബെവിഞ്ച ദേശീയപാത 66 തിങ്കളാഴ്ച തുറക്കുമെന്ന് ദേശീയപാത നിർമ്മാണ കരാർ കമ്മിറ്റി പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ ദുരന്ത നിവാരണ പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണെന്നും LSGD ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ADM KV ശ്രുതി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു, DYSP സുനിൽകുമാർ, വിവിധ വകുപ്പ് മേധാവികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. പുതിയ അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി സ്കൂൾ കെട്ടിടങ്ങളിലെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS-ന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സ്കൂളുകളുടെ കെട്ടിട സുരക്ഷ, പൊതുവായ ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ പരിശോധിക്കുമെന്നും മറ്റു വകുപ്പുകളിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ TM സലീന ബീവി, പാലക്കാട് സോഷ്യൽ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സുമു സ്കറിയ, പാലക്കാട് DEO ആസിഫ് അലിയാർ, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R. ഷിജു ചന്ദ്രൻ, ഷൊർണൂർ KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ബീര, പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിൾ KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ TC ഗരിജ, ജില്ലാ ഫയർ ഓഫീസർ VK റിതീഷ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഗീതു മറിയ ജോസഫ്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൌഫൽ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. താനാള് ഗ്രാമപഞ്ചായത്തിലെ LP ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി തയ്യാറാക്കിയ ഒരു കായിക പാഠ്യപദ്ധതിയാണ് ഓടിയും ചാടിയും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കായിക വിഭാഗം തലവൻ ആയിരുന്ന ഡോക്ടർ ബിജു സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. ഇത് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന് കൂടുതലായിട്ട് അഭ്യർത്ഥിക്കുന്നു. നല്ല രസമുള്ള കളികളാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പീരീഡാണ് ഓടിയും ചാടിയും. ഇതിലൂടെ ഞങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കളികളാണ് ഉള്ളത്. പ്രഗത്ഭരായ കായിക അധ്യാപകർ തയ്യാറാക്കിയ ഒരു കൈപ്പുസ്തകം തന്നെ ഞങ്ങൾക്കുണ്ട്. LP ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ആരംഭിച്ച പരിശീലന പരിപാടി ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ
കീഴിൽ പ്രവർത്തിക്കുന്ന സർപ്പ പദ്ധതി മാസ്റ്റർ ട്രെയിനറും തൃശ്ശൂർ ജില്ലാ കോർഡിനേറ്ററുമായ ജോജു സിറ്റിയാണ് ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. സ്വാഗതം. അപ്പോൾ കീഴയിൽ ഇന്നത്തെ ഈ ഒരു പാമ്പുകളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചാ വിഷയം, ആ ഒരു വിഷയം നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്കിനി പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. നമുക്ക് തുടങ്ങാം. സമീപകാലത്തായി കേരളത്തിൽ പാമ്പ് കടികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വീടിന്റെ അകങ്ങളിൽ പാമ്പുകൾ കാണുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിന് എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടെന്ന് വിലയിരുത്തുന്നുണ്ടോ? നമുക്കിപ്പോൾ സമീപകാലം എന്ന് ഉദ്ദേശിച്ചത് നമുക്കിപ്പോൾ ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ പറയുന്ന കൂടുതൽ പാമ്പുകളുടെയും കടിയേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ഇപ്പോൾ പറയുന്ന അതികഠിനമായ ചൂടാണ്. അപ്പോൾ ആ ഒരു ചൂട് കാരണം കൊണ്ട് പാമ്പുകൾ ചൂട് സഹിക്കാൻ പറ്റാതെ വീടിനകത്തേക്കോ അല്ലെങ്കിൽ വീട് ചുറ്റുപാടുകളിലേക്കോ ഒരുപാട് വരുന്നു എന്നുള്ളതാണ് പൊതുവെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയമാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ചൂട് കാരണം കൊണ്ട് മാത്രമല്ല, അതൊരു ഫാക്റ്റാണ് അതൊക്കെ. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ഒരു ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് പാമ്പുകളുടെ അണചേരൽ കഴിഞ്ഞതിന് ശേഷം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളിറങ്ങുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ഈ പാമ്പുകളൊക്കെ മുട്ടയിടുക അല്ലെങ്കിൽ പ്രസവിക്കുക എന്ന് പറയുന്നത് വയറ്റിൽ മുട്ട സൂക്ഷിച്ച് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എന്താ പറയുക വിരിഞ്ഞിറങ്ങുന്ന രീതിയാണ്. സോ നമുക്ക് നോട്ടത്തിൽ അത് പ്രസവമാണെന്ന് തോന്നുമെങ്കിലും അപ്പോൾ ഇവർ ഇത്തരത്തിൽ ഈ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞിറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയിടുന്നത് മാളങ്ങളിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാളങ്ങൾ എവിടെയാണെന്ന് നമുക്ക് ഊഹിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെങ്കിലും മൺപൊത്തുകളോ അല്ലെങ്കിൽ എലിയുടെ മാളങ്ങളോ അതുമല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ എന്താ പറയുക അടിത്തറ ഫൗണ്ടേഷനുള്ളിലൊക്കെ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അവിടേക്കാണ് ഇവർ മുട്ടയിടാനായിട്ട് കൂടുതൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവർ സ്പ്ലിറ്റ് ചെയ്യാണ്. പിന്നെ ഇവർ അടുത്ത അവരുടെ ആവാസസ്ഥലത്തേക്ക് എന്താ പറയുക ആവാസസ്ഥലം തേടി പോവാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ ഫൗണ്ടേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു വിടവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മാളമോ ഒക്കെ വീടിനകത്തേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു കോടാലി വിഷയം 2 കുട്ടികൾ പാമ്പ് കടിയേറ്റ് മരിച്ചു. വെള്ളിക്കെട്ടൻ്റെ കുഞ്ഞാണ്. 2 കുട്ടികൾ മരിച്ചില്ല, ഒരു കുട്ടി ഒരു കുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്ത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന് ഡിസ്ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളവിടെ പരിശോധനയ്ക്ക് നമ്മൾ സർപ്പാ ടീം, നമ്മുടെ വനംവകുപ്പിൻ്റെ സർപ്പാ ടീം അവിടെ എത്തിയിരുന്നു. നമ്മളവിടെ പരിശോധിച്ചിരുന്നു. അപ്പോൾ ആദ്യം ഏതാണ്ട് ഒരു 5 വെള്ളിക്കെട്ടൻ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ആ വീടിൻ്റെ 4 വെള്ളിക്കെട്ടൻ കുഞ്ഞുങ്ങളെ നമുക്ക് വീടിൻ്റെ അകത്തുനിന്ന് കിട്ടി, ഒരെണ്ണം വീടിൻ്റെ പുറത്തുനിന്ന് കിട്ടി. അപ്പം നമ്മളിത് ഒബ്സർവ് ചെയ്തു, എങ്ങനെയാണ് ഇത് വീടിനകത്തേക്ക് വരുന്നത്. കാരണം 4 എണ്ണവും ആ വീട്ടിൽ ചെറിയൊരു വീടാണ്, പക്ഷേ എന്നാലും പുതിയൊരു വീടാണ്. ടൈലൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഫ്രഷ് നല്ല പുതിയൊരു വീട് പണിതിട്ടുള്ളവർ. അപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ വീടിൻ്റെ സൈഡിലും പുറകിലേക്ക് ആയിട്ട് ഈ കരിങ്കൽ തറയുടെ മറ്റേ പ്ലംബിംഗ് പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് അടിയിൽ വിടവുകൾ കണ്ടു. ഇതെങ്ങനെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമായിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം, ആ ഒരു കോംപ്ലിക്കേഷൻ എങ്ങനെ അത് അത്തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരെ ഈ പാമ്പുകളെ ഇപ്പോൾ 4 പാമ്പിനെ പാമ്പിൻ കുഞ്ഞുങ്ങളെ നമ്മൾ വീടിനകത്ത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരോട് നമ്മൾ ചോദിച്ചു ഏത് സിറ്റുവേഷനിൽ നിന്നാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഇതിനെ കിട്ടിയതെന്ന് ചോദിച്ചു. അത് നോക്കുമ്പോൾ കയറിച്ചെന്ന് വീടിൻ്റെ അകത്തേക്ക് കയറിച്ചെന്ന് ഇടത് ഭാഗത്ത് ഉള്ള ബെഡ്റൂമും ആ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച് ബാത്റൂമും, ഈ ബാത്റൂമിൻ്റെയും ഈ ബെഡ്റൂമിൻ്റെ സമീപങ്ങളിൽ നിന്നും ഈ 4 പാമ്പിനെയും കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ബാത്റൂം പരിസരമൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ നമ്മൾ ആ ചെന്നതിൻ്റെ തലേ ദിവസം രാത്രി ഏതാണ്ട് ഒരു 10 മണിക്ക് ഈ ബാത്റൂമിൻ്റെ അകത്തു നിന്നാണ് ഒരു വെള്ളിക്കെട്ടൻ കുഞ്ഞിനെ കിട്ടിയത്. അപ്പം നമ്മളവിടെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഡ്രെയിനേജ് ഉണ്ടല്ലോ, വേസ്റ്റ് വെള്ളം പോകുന്ന ഡ്രെയിനേജ്, ആ ഡ്രെയിനേജിൻ്റെ ഔട്ടറിൽ സിമെൻറ്റ് പോയിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും ബാത്റൂമുകളിലും നമ്മൾ പരിശോധിച്ചാൽ നമുക്കിത് കൃത്യമായിട്ട് നമുക്കിത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ ഡ്രെയിനേജിൻ്റെ ഔട്ടർ അല്ലെങ്കിൽ ആ ഒരു ട്രാപ്പിൻ്റെ ചുറ്റും വെള്ളം കിനിഞ്ഞിറങ്ങി അവിടെ ഈ സിമെൻറ്റ് പോയിട്ട് അവിടെ ഒരു വിടവുണ്ട്. ഈ വിടവ് നേരെ എന്താ പറയുക ഫൗണ്ടേഷനിലേക്ക് കണക്റ്റാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ 5 കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറഞ്ഞു. ഈ സാധാരണ വെള്ളിക്കെട്ടൻ പാമ്പുകൾ അല്ലെങ്കിൽ കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു വിഷമുള്ള ആ ഒരു ഉഗ്രവിഷമുള്ള പാമ്പ്, ഈ പാമ്പ് ആരോഗ്യമുള്ളൊരു പാമ്പാണെങ്കിൽ ഏതാണ്ട് ഒരു 10 മുതൽ 20 വരെ മുട്ടകൾ അവർ നിക്ഷേപിക്കും. അപ്പോൾ നമുക്ക് ഊഹിക്കാം അത്രയും കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ ആ തറയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. നമ്മൾ ആ തറയൊക്കെ പൊളിച്ച് നോക്കി പരിശോധിച്ച് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വയ്ക്കാം ഈ ഇത്രയും കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഇവർ അതായത് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ഇറങ്ങുമ്പോൾ സാധാരണ പലരും ചിന്തിക്കുക വെച്ച് കഴിഞ്ഞാൽ അമ്മപ്പാമ്പ് കൂടെ ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത പലരും ഒരുപാട് പേര്. ഇപ്പോൾ അവിടെ തന്നെ നമ്മൾ ചെന്നപ്പോൾ അവിടുത്തെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ നമ്മളടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ തന്നെ ഈ തള്ളപ്പാമ്പ് അല്ലെങ്കിൽ അമ്മപ്പാമ്പ് ആ മുട്ട അവിടെ നിക്ഷേപിച്ചിട്ട് അവരവരുടെ പാട്ടിന് പോവുക എന്നുള്ള ഒരു രീതിയാണ്. അതിനുശേഷം ഈ മുട്ട അന്തരീക്ഷത്തിലെ ആ ഒരു താപനില സ്വയം എന്താ പറയുക
കേന്ദ്രീകരിച്ച് അതിൽ നിന്ന് മുട്ട വിരിഞ്ഞിറങ്ങുന്ന രീതിയാണ് റെപ്റ്റൈൽസിന്, പാമ്പുകൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ, ഇത്രയും കുഞ്ഞുങ്ങൾ 10-15 കുഞ്ഞുങ്ങളുണ്ടാവും. ഇവർ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങി ഇവർ പതിയെ പലരും ഫ്ലിക്റ്റ് ആവാനുള്ള അല്ലെങ്കിൽ അടുത്തൊരു ആവാസസ്ഥലം തേടി ഇറങ്ങുകയാണ്. ഇവർ പലതും ഇപ്പോൾ ഈ 5 കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറഞ്ഞാൽ ബാക്കി ഏതാണ്ടൊരു 10 അല്ലെങ്കിൽ 12 കുഞ്ഞുങ്ങൾ അവർ വേറെ ചിലപ്പോൾ ഈ തറയുടെ പുറത്തു കൂടെ അപ്പുറത്തെ തൊടിയിലേക്കൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും. ബാക്കി ഈ 5 എണ്ണമാണ് ഈ തറയിലെ ഈ മുകളിലെ ഗ്യാപ്പ് നോക്കിയിട്ട് കയറി ഈ ട്രെയിനിലേക്ക് വന്നിട്ടുണ്ടാവുക. പറഞ്ഞു വന്നത് ചൂടുകാലം മാത്രമല്ല, പാമ്പുകളുടെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് പാമ്പുകൾ ഒരുപാട് വീടിനകത്തും അല്ലെങ്കിൽ വീടിന് ചുറ്റുപാടുകളിലും കാണാൻ സാധ്യത. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ മറ്റ് വിഷ്വൽ മീഡിയ ആയാലും ഏതൊക്കെയായാലും ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വിഷയം കിട്ടിയപ്പോൾ ഈ പറയുന്ന കുറച്ച് അപകട മരണങ്ങൾ കണ്ടിന്യൂ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുണ്ടായി. അപ്പോൾ പിന്നെ മീഡിയ എല്ലാം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. കഴിഞ്ഞ കുറച്ച് കാലം മുന്നേ ഒരു പട്ടികടിയായിരുന്നു. അപ്പോൾ അന്നത്തെ അല്ലെങ്കിൽ ആ ഒരു മാസത്തെ അല്ലെങ്കിൽ ഏതാണ്ട് ഒരാഴ്ചത്തെ വാർത്തകൾ മുഴുവൻ നായ്ക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മീഡിയ അറ്റൻഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവിടെയും കേരളത്തിൽ എന്താ പറയുക, പാമ്പുകളെ തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റായൊരു ധാരണ നമ്മുടെ പൊതുജനങ്ങൾക്കുണ്ടായി. അത് കൂടുതലും അതിന് കാരണം മീഡിയകളുടെ ഈ ഒരു വാർത്ത കേന്ദ്രീകരണമാണ്. അപ്പോൾ സംഭവം ഈ ഒരു പ്രതിഭാസം ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 15 വർഷമായിട്ട് ഞാൻ ഈ ഒരു മേഖലയിലുണ്ട്. ഈ ഒരു 15 വർഷവും അതിന് മുന്നത്തെ കാര്യം ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 15 വർഷവും എല്ലാ വർഷവും ഈ ഒരു നവംബർ തുടങ്ങി പാമ്പുകളുടെ ഇണചേരൽ സമയമാണ്. അപ്പോൾ ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഏതാണ്ട് ഫെബ്രുവരി വരെയും വലിയ പാമ്പുകളെ, അതായത് ഇപ്പോൾ മൂർഖനാണെങ്കിലും അണലിയാണെങ്കിലും ചേരയാണെങ്കിലും ഇതുപോലുള്ള പെരുമ്പാമ്പാണെങ്കിലും ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രാജവമ്പാല, ഇതൊക്കെ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ 3, 4, 5 വരെയൊക്കെ നമ്മൾ റെസ്ക്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് പാമ്പുകളുടെ ഇണചേരൽ സമയമാണ്. വലിയ പാമ്പുകൾ ഒരു പെൺപാമ്പിനെ തേടി അതിൻ്റെ ഫിറോമോൺ മനസ്സിലാക്കിക്കൊണ്ട് ആൺപാമ്പുകൾ മറ്റ് ആവാസസ്ഥലങ്ങളിൽ നിന്ന് ഈ ഒരു ഫിറോമോൺ ഡിറ്റക്ട് ചെയ്തിട്ട് മറ്റാൺപാമ്പുകൾ ഈ ഇണയെ തേടി വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു 4-5 വലിയ പാമ്പുകളെ നമ്മളൊരു ലൊക്കേഷനിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പാമ്പ് പെണ്ണായിരിക്കും. ബാക്കി ആ പെണ്ണിനെ തേടി ബാക്കി ആൺപാമ്പുകൾ വരുന്നതാണ്. ഇതെല്ലാ വർഷവും ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഏപ്രിൽ, മെയ് മാസം അല്ലെങ്കിൽ ജൂൺ വരെയുള്ള ആ മാസങ്ങൾ. സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിക്കാം, ഇണചേർന്ന് കഴിഞ്ഞ് മുട്ടകൾ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടാവും, കുഞ്ഞുങ്ങൾ വരുന്ന സമയം. ഈ ഒരു മാസങ്ങളിലാണ് എന്താ പറയുക, പാമ്പ് കടി ഏൽക്കാനുള്ള സാധ്യത കൂടുതൽ. എത്ര ഇനം പാമ്പുകളാണ് സാധാരണ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത്? അതിൽ എത്രത്തോളം വിഷമുള്ള എത്ര ഇനമുണ്ട്? നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പാമ്പുകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം വിഷമില്ലാത്തവയും എന്നാൽ കുറച്ച് വിഷമുള്ളവയാണ്. 140ഓളം ഇനം പാമ്പുകൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഏതാണ്ട് 400 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 400 താഴെ പാമ്പുകളുണ്ട്. അപ്പോൾ ഇതിൽ വിഷമില്ലാത്തവ കൂടുതലും വിഷമുള്ളവ കുറവാണ്. അതിൽ കുറച്ച് കടൽ പാമ്പുകളുണ്ട്. പിന്നെ നമ്മുടെ കാടിനകത്ത് കാണുന്ന അല്ലെങ്കിൽ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കാണുന്ന വിഷമുള്ള പാമ്പുകളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാമ്പ് കടി ഭീതി വളരെ അധികം ഈ ഒരു സമയത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു അവസരമാണ്. ഈ ഒരു സമയത്ത് ചോദ്യത്തിൻ്റെ പ്രസക്തി തന്നെ അതാണ്. എത്ര വിഷമുള്ള പാമ്പുകൾ നമ്മുടെ കേരളത്തിലുണ്ട്? നമ്മുടെ കേരളത്തിൽ നമ്മൾ ഭയക്കേണ്ടുന്ന പാമ്പുകൾ യഥാർത്ഥത്തിൽ 4 ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 4 3 ഉള്ളൂ. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാം. അതായത് ബിഗ് 4 വെനമസ് സ്നേക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ സാധാരണ ഈ ബിഗ് 4 എന്ന് പറയുമ്പോൾ വിഷമുള്ള വലിയ പാമ്പുകൾ എന്നുള്ള രീതിയിലല്ല അത് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പാമ്പ് കടിയേറ്റ് മരണപ്പെടാൻ കാരണമായിട്ടുള്ള 4 പാമ്പുകളാണ്. അതിലൊന്നാണ് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന മൂർഖൻ അല്ലെങ്കിൽ സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന നാജ എന്ന ശാസ്ത്രീയ നാമമുള്ള, നമ്മുടെ നാട്ടിൽ ഇതിന് പല പേരുകളുണ്ട്. കരിമൂർഖൻ അല്ലെങ്കിൽ പുല്ലാനി മൂർഖൻ, കൈതമൂർഖൻ, എട്ടടി മൂർഖൻ, ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒറ്റ ഇനം മൂർഖനേ ഉള്ളൂ. അത് സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന പുറകിലെ ഒരു കണ്ണട രൂപം അല്ലെങ്കിൽ കണ്ണട അടയാളം കാണുന്ന ഒരു പാമ്പ്, ഹുഡ് മാർക്കുള്ള ഒരു പാമ്പ്, ന്യൂറോടോക്സിക് ആയിട്ടുള്ള വിഷം കുത്തിവെക്കുന്ന പാമ്പാണ്. അതായത് നമ്മുടെ തലച്ചോറിനെയും അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെയും ബാധിക്കുന്ന വിഷം കുത്തിവെക്കുന്ന പാമ്പാണ്.
രണ്ടാമത്തേന്ന് പറയുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ, അല്ലെങ്കിൽ നമ്മുടെ മലയാളം പേരുകളൊക്കെ മൊത്തത്തിൽ ആകെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞെടുക്കുക. കാരണം തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയും ഒരു പാമ്പിന് തന്നെ ഒരു 14 ജില്ല പോരാ, ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ പേരുകളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പരമാവധി മലയാളം പേരുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന ഒരു പാമ്പ്, ഈ വെള്ളിക്കെട്ടനെ പോലിരിക്കുന്ന വിഷമില്ലാത്ത, അത് നമുക്ക് വെള്ളിക്കെട്ടൻ ആ പേരിൽ ഒരു കെട്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ സമീപങ്ങളിലോ കെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വളയുള്ള പാമ്പുകൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് വെള്ളിക്കെട്ടനാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ന പാമ്പാണ് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പ് അപൂർവം അല്ലെങ്കിൽ അത്ര അങ്ങോട്ട് കോമൺ അല്ല. പക്ഷേ നമ്മൾ വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പാമ്പുകൾ ഭൂരിഭാഗവും ഈ പറയുന്ന വിഷമില്ലാത്ത വെള്ളിക്കെട്ടനെ പോലിരിക്കുന്ന മിമിക്സാണ്. മിമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പാമ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബേസിക് നോളജ് ഉള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. ഇപ്പോൾ ഈവൻ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാട്ടുപാമ്പ് എന്ന് പറയുന്നൊരു പാമ്പുണ്ട്, അതായത് ട്രിങ്കറ്റ് സ്നേക്ക്. സംഭവം വെള്ളിക്കെട്ടനുമായിട്ട് രൂപസാദൃശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല നീളം വരുന്ന അല്ലെങ്കിൽ വണ്ണം വരുന്ന ഒരു പാമ്പാണ്. എന്താ പറയുക, കൊളുബ്രിഡേ ഫാമിലി എന്ന് പറയും. ഞാൻ അങ്ങനെ ആ ഒരു ശാസ്ത്രീയ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ആ കെട്ടും വളയും പുള്ളിയും ഇതൊക്കെ ഈ കാട്ടുപാമ്പിനുണ്ട്. പക്ഷേ വെള്ളിക്കെട്ടനും ഈ കാട്ടുപാമ്പും തമ്മിൽ എന്താ പറയുക, ആനയും ചാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കെട്ടും വളയും പുള്ളിയൊക്കെ ഈ കാട്ടുപാമ്പിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കെട്ടും വളയും പുള്ളിയും കാണുന്നതുകൊണ്ട് അതിനെ വെള്ളിക്കെട്ടൻ തെറ്റിദ്ധരിച്ച് ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ വെള്ളിക്കെട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിക്കെട്ടൻ്റെ ന്യൂറോടോക്സിക് ആണ്. നേരത്തെ മൂർഖൻ എന്ന പാമ്പിനെ പറഞ്ഞ പോലെ തന്നെ ന്യൂറോടോക്സിക് ആയിട്ടുള്ള വിഷമാണ് ഈ വെള്ളിക്കെട്ടൻ പാമ്പുകൾക്കുള്ളത്. പക്ഷേ വളരെ ചെറിയ പല്ലാണ്. അപ്പോൾ കടിക്കുമ്പോൾ വേദന കുറവായിരിക്കും, അല്ലെങ്കിൽ കടിയേറ്റ ഭാഗത്തെ മുറിവ്, ഒരുപക്ഷെ മുറിവ് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും പറ്റാത്ത മുറിവായിരിക്കും. പക്ഷേ എൻവനമേഷൻ, അതായത് വിഷം ശരീരത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ കഴിഞ്ഞ കോടാലിയിലെ ആ ഒരു സംഭവം നമ്മളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വെള്ളിക്കെട്ടൻ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാമ്പാണ് ഇപ്പോൾ വെള്ളിക്കെട്ടൻ പാമ്പിനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മൂന്നാമത്തെ പാമ്പാണ് റസൽസ് വൈപ്പർ എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ അണലി, ചേനത്തണ്ടൻ എന്നൊക്കെ വിളിക്കുന്ന അതിമനോഹരമായ പാമ്പാണെങ്കിലും അതിമാരകമായ ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പാമ്പിൻ്റെ കടിയേറ്റിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇതാണ് മൂന്നാമത്തെ പാമ്പ്, റസൽസ് വൈപ്പർ. ഹീമോടോക്സിക് ആയിട്ടുള്ള വിഷം, അതായത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെയും അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയൊക്കെ ഫെയിലിയറാക്കുന്ന വിഷം കുത്തിയിരിക്കുന്ന പാമ്പാണ്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ നമ്മുടെ ആവാസ സ്ഥലത്തൊക്കെ, നമ്മുടെ മനുഷ്യൻ പെരുമാറുന്ന ആവാസ സ്ഥലത്തൊക്കെ കാണുന്ന പാമ്പ് കൂടിയാണ്. ദെൻ ലാസ്റ്റ് നമ്മുടെ സോസ്കേൾഡ് വൈപ്പർ എന്ന് പറയും. ഈ തിരിക്കുഞ്ഞനാണ്, വളരെ ചെറിയ പാമ്പാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഈ ഒരു പാമ്പ് ഹാബിറ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവാസ സ്ഥലങ്ങളിലൊന്നും ഈ പാമ്പിനെ കണ്ടുവരുന്നില്ല. സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ മലയാളത്തിൽ ഈർച്ചവാൾ ചൽക്കണലി എന്നൊക്കെ പറയാം. ആ ഒരു വേർഡിനെ നമ്മൾ മലയാളീകരിച്ചെന്ന് മാത്രം. ചുരുട്ടമണ്ഡലി എന്നൊക്കെ പറയും. കൂടുതലും കാസർഗോഡ് അല്ലെങ്കിൽ പാലക്കാട്, വാളയാർ ആ ഭാഗങ്ങളിലൊക്കെയാണ് ഈ പാമ്പുകൾ കണ്ടുവരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 4 പാമ്പുകളാണ് നമ്മുടെ ബിഗ് 4 വെനമസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് നമ്മുടെ കേരളത്തിലും ഈ പറയുന്ന 4 പാമ്പുകളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് അപകടകാരണമായിട്ടുള്ള 4 വിഷമുള്ള പാമ്പുകൾ. നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഈ ഒരു 4 പാമ്പുകളെയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ, പിന്നെ 4 പാമ്പുകളെ കൂടാതെ 5ാമതൊരു ഇനം കൂടിയുണ്ട്, ഹംനോസ് വീറ്റ് പേപ്പർ എന്ന് പറയുന്ന മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയുന്ന നമ്മുടെ കാടിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലും കാടുകളിലും കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ താമസിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ കടി ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു 4 പാമ്പ് 5ാമത്തെ പാമ്പാണ് ഈ പറയുന്ന ഹംനോസ് വീറ്റ് പേപ്പർ. പിന്നെ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന ചോദ്യമാണ്, അപ്പോൾ രാജവെമ്പാല ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതുപോലുള്ള അണലിയുടെ വേറെ കുറച്ച് പാമ്പുകളുണ്ടല്ലോ. രാജവെമ്പാല നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കടിച്ചതായിട്ടുള്ള അറിവുകൾ ഉണ്ടോ? അത്തരത്തിലൊരു വളരെ അപൂർവമായിട്ട് മനുഷ്യവസ്ത്രങ്ങളിലേക്ക് ഇറങ്ങുന്ന, അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം, രാജവെമ്പാല അങ്ങനെ മനുഷ്യരെ ആക്രമിക്കുന്നൊരു സ്വഭാവമുള്ള പാമ്പല്ല. ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത രാജവെമ്പാല കടിച്ച് മരണപ്പെട്ടത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ സൂവിനകത്ത് സൂ കീപ്പർക്ക് രാജവെമ്പാലയുടെ കൂടിനകത്ത് കയറിയിട്ടുണ്ടായ ഒരു അപകടമരണം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ അടുത്ത് തെളിയിക്കപ്പെട്ടുള്ളൂ. അല്ലാതെ അവരുടെ ആവാസവ്യവസ്ഥയിൽ ഈ ഒരു
രാജവെമ്പാല മനുഷ്യരെ ഉപദ്രവിച്ചിട്ടുള്ള ചരിത്രം തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇത്തരം ഈ ഒരു പാമ്പുകളെയാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. പാമ്പ് കടിയേറ്റാൽ പ്രാഥമിക ശുശ്രൂഷ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാണ്? നല്ലൊരു ചോദ്യമാണ്. പാമ്പ് കടി ഏറ്റാൽ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ചെയ്യേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പാമ്പ് കടിച്ചാൽ ആളുകളുടെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുജനങ്ങൾ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് കടിയേറ്റ ഭാഗത്ത് ഒന്നുകിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയണേ. കടിയേറ്റ ഭാഗത്ത് ഒരു ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ മുറിച്ച് വീണ്ടും ആ രക്തം കൂടുതൽ വാർത്ത് കളഞ്ഞ് എന്താ പറയുക, വിഷം കൂടെ ഒപ്പം എന്താ പറയുക വാർന്ന് കളഞ്ഞ് കടിയേറ്റ ഭാഗത്തിന് പുറകിലായിട്ട് നല്ലൊരു ടോണിക്ക എന്ന് പറയും നമ്മുടെ എന്താ പറയുക ഹോസ്പിറ്റൽ ഭാഷയിൽ ടോണിക്ക എന്ന് പറയുന്നത് നല്ല മുറുക്കി വലിഞ്ഞ് മുറുക്കി കെട്ടി വിഷം ഒരു തരത്തിലും അതിൻ്റെ ശരീരത്തിലേക്ക് മറ്റ് സർക്കുലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ കെട്ടിക്കൊണ്ടുപോവുക. ഇതാണ് സാധാരണ. പിന്നെ മുറിവേറ്റ ഭാഗം സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് എന്താ പറയുക പണ്ട് തൊട്ടേ ആളുകൾ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ പഠനപ്രകാരം അല്ലെങ്കിൽ എന്താ പറയുക ലോകാരോഗ്യ സംഘടനയുടെ പഠനപ്രകാരം ഇതൊക്കെ തെറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ശരിക്കും പാമ്പ് കടിയേറ്റാൽ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കതൊരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയാം. അതായത് ശരിയായ രീതിയിൽ ആശുപത്രിയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്പെല്ലിങ് RIGHT അത് ഓരോ വേർഡും നമ്മൾ ഓരോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ R എന്ന് പറയുന്നത് റീഅഷ്യൂർ ദ വിക്ടിം എന്നാണ്. അതായത് കടിയേറ്റ ആ ഒരു രോഗിയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പരമാവധി ആശ്വസിപ്പിക്കുക, റീഅഷ്യൂർ ചെയ്യുക. എത്തരത്തിൽ റീഅഷ്യൂർ ചെയ്യും എന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം പാമ്പ് കടിച്ചു, ഓൾറെഡി ഇപ്പോൾ നമ്മളൊരു പാമ്പ് കടിച്ചാൽ എന്തായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ തലയിറങ്ങി വീഴും. അതിനും ആ ഓവർ പാനിക് ആയതുകൊണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 130ഓളം ഇനം പാമ്പുകളുള്ളതിൽ ഏതാണ്ട് ഒരു 3/4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ 80-70% പാമ്പുകൾ വിഷമില്ലാത്ത പാമ്പുകളാണ്, അല്ലെങ്കിൽ വളരെ നേരിയ വിഷമുള്ള പാമ്പുകളാണ് എന്ന് പറഞ്ഞ് നമുക്ക് ആളെ റിയഷ്യൂർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടിച്ച പാമ്പുകൾ തന്നെ, ഇപ്പോൾ മൂർക്കൻ പോലുള്ള പാമ്പുകൾ മനുഷ്യരെ കടിച്ച് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല അവർ കടിക്കുന്നത്. അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ വിഷഗ്രന്ഥിയിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് ഭക്ഷണാവശ്യത്തിനും അല്ലെങ്കിൽ അവർ കഴിച്ച ഭക്ഷണം പെട്ടെന്ന് ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു എൻസൈമാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വിഷം ചുമ്മാ വെറുതെ ഒരാളെ അല്ലെങ്കിൽ മറ്റൊരു ജീവിയിൽ കടിച്ച് ഭക്ഷണത്തിന് ഭക്ഷണാവശ്യത്തിനല്ലാതെ ആ വിഷം ചിലവഴിക്കാനായിട്ട് പാമ്പുകൾ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പാമ്പുകളിൽ വെറ്റ് ബൈറ്റ് ആൻഡ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ അറിയാതെ ഒരു പാമ്പിനെ ചവിട്ടി, അപ്പോൾ ആ പാമ്പ് കടിക്കുന്ന കടിയിൽ ആ വിഷം ഒരു പക്ഷേ ഇഞ്ചക്റ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ട് വളരെ ചെറിയൊരു അളവിൽ, അതായത് ഒരാളെന്ന് വേദനിപ്പിക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ വിഷം ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ പ്രാപ്തിയുള്ള തരത്തിൽ വിഷത്തിൻ്റെ അളവ് കുത്തിവെക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ആൻറ്റി സ്നേക്ക് വെനം ചികിത്സ ലഭ്യമാക്കി കഴിഞ്ഞാൽ ആ ഒരു രോഗി അല്ലെങ്കിൽ ആ കടിയേറ്റ വ്യക്തി പെട്ടെന്ന് റിക്കവർ ചെയ്ത് പോരും, രക്ഷപ്പെട്ടു പോരും. അപ്പോൾ ഈ നമ്മൾ അത്തരത്തിൽ നമ്മൾ ആളെ റിയഷ്യൂർ ചെയ്യണം. അതായത് പാമ്പ് കടിച്ചാൽ നമ്മളെ കൊല്ലാനുള്ള വിഷമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വിഷം കയറിയിട്ടുണ്ടാവില്ല, പേടിക്കാണ്ടിരിക്കുക എന്നുള്ള ഒരു രീതിയിൽ റിയഷ്യൂർ ചെയ്യാം. ആൻഡ് അടുത്തത് I എന്ന് പറയുന്നത് ഇമ്മൊബിലൈസ് എന്ന് പറയുന്നത്, അതായത് കടിയേറ്റ ഭാഗം ഫിസിക്കലി സ്ട്രെസ് ഒന്നും കൊടുക്കാതെ ചലിപ്പിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ ഇരുത്തുക എന്നുള്ളതാണ്. അതുപോലെ GH എന്ന് പറയുന്നത് ഗെറ്റ് ടു ദ ഹോസ്പിറ്റൽ, എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആൻറ്റി സ്നേക്ക് വെനം ചികിത്സ ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ്. ലാസ്റ്റ് T എന്ന് പറയുന്നത് ടെൽ ടു ദ ഡോക്ടർ, അതായത് ഡോക്ടറോട് കടിയേറ്റത് മുതൽ ആ വ്യക്തിക്ക് എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ വൊമിറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നല്ല അസഹ്യമായ വയറുവേദന, അല്ലെങ്കിൽ ശ്വാസതടസ്സം, അല്ലെങ്കിൽ ഐലിഡ് കണ്ണുകൾ അടഞ്ഞു പോകുക, അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികളിലൂടെ രക്തത്തിൻ്റെ അംശം പുറത്തു വരിക, യൂറിനിലൂടെ രക്തത്തിൻ്റെ ആ ഒരു അംശം കാണുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ ഡോക്ടേഴ്സിന് മനസ്സിലാക്കാം ഇത് ഹീമോടോക്സിക് ആണോ, അതായത് അണലി കടിച്ചതാണോ, അല്ലെങ്കിൽ ന്യൂറോടോക്സിക് ആണോ, അതായത് മൂർക്കൻ കടിച്ചതാണോ എന്നുള്ളത് ആ ഡോക്ടർക്ക് ഈ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡു ഇറ്റ് റൈറ്റ് ആണ്, അതായത് ഈ ഒരു രീതിയിലാണ്. അല്ലാതെ വേറൊരു പ്രാഥമിക ശുശ്രൂഷകളോ കടിയേറ്റ ഭാഗത്ത് മുറിവ് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ടോണിക്കറ്റ് കെട്ടുകയോ ഈ തരത്തിലുള്ള
കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് WHO നിർദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ചുമ്മാ ഇത് കെട്ടരുതെന്ന് പറയുന്നത് മാത്രമല്ല, അത്തരത്തിൽ കെട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ രോഗിക്ക് വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ലായിരിക്കും. പക്ഷേ അവിടെ ചെന്ന് ഈ പറയുന്ന കെട്ട് അഴിക്കുന്ന സമയമായിരിക്കും പെട്ടെന്നൊരു സർജ് ഉണ്ടാവുക. ഇപ്പം ഞാൻ പലപ്പോഴും ഈ പറയുന്ന സെമിനാറുകൾ പറയാറുണ്ട്. നമ്മളൊരു ചെറുപ്പത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ വിരലെടുക്കും, വിരലിൽ റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുമ്മാ വെറുതെ ഇവിടെ ടൈറ്റ് ചെയ്ത് വയ്ക്കും. പെട്ടെന്ന് റബ്ബർ ബാൻഡ് പൊട്ടിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സർജ്, നമുക്കൊരു തയ്പ്പ് ഉണ്ടാവും. അതേ സിറ്റുവേഷൻ തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നൊരു സർജ്, ഈ ഒരു എൻവനമേഷൻ അല്ലെങ്കിൽ വിഷം പെട്ടെന്ന് അകത്തേക്ക് കയറുന്ന, സർക്കുലേഷനിലേക്ക് കയറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ആ സമയത്ത് ഒരു പക്ഷേ കാർഡിയക് അറസ്റ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് ഹൃദയ സ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ആൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോണിക്കയെ കെട്ടരുതെന്ന് പറയുന്നത്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോൾ പട്ടികടി അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള ജീവികളുടെ ബൈറ്റ് എന്ന് പറയുന്നത് അവരുടെ സലൈവയിലൂടെ അല്ലെങ്കിൽ ഉമിനീരിലൂടെ നമ്മുടെ രക്തത്തിലേക്ക് കലർന്നേക്കാവുന്ന ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറസുമായി ബന്ധപ്പെട്ട എന്താ പറയുക ഒരു സ്പ്രെഡിങ് ആണ് അത് നമ്മുടെ ആ ബൈറ്റിലുണ്ടാകുന്നത്, ആ മുറിയിലുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ല പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുമ്പോൾ അവിടെ ആ ലോക്കൽ ഏരിയയിലുണ്ടാകുന്ന ഈ പറയുന്ന വൈറസ് ബാധ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇതൊക്കെ അവിടെ വാഷ് ഔട്ട് ചെയ്ത് പോകും. പക്ഷേ പാമ്പ് കടിച്ചാലുണ്ടാകുന്നത് രക്തത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു എന്താ പറയുക ഇഞ്ചക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ആ കടിയേറ്റ ഭാഗത്ത് നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മസാജിങ് എഫക്റ്റാണ്. നമ്മൾ മസാജിങ് എന്തിനാണ്, നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ബൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം പെട്ടെന്ന് എന്താ പറയുക സർക്കുലേഷനിലേക്ക് കലരാനുള്ള സാധ്യത വർദ്ധിക്കുക. മാത്രമല്ല ആ ഒരു സമയം ഹോസ്പിറ്റലിൽ എത്താനുള്ള ഒരു സമയം ചുമ്മാ നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ടുള്ളൂ ഗുണമുള്ളൂ. കടിയേറ്റവരിലുണ്ടാകുന്ന ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി നോൺ വെനമസ് ആണോ വെനമസ് ആണോ എന്നെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും പാമ്പുകൾ? നമുക്ക് കടിയേറ്റ ആ ഒരു വ്യക്തിക്കുള്ള, ഇപ്പം ഞാൻ നേരത്തെ ആ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ വിഷയത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ടെൽ ടു ദ ഡോക്ടർ. അതായത് ആ രോഗിക്കുണ്ടാകുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നോക്കിയിട്ട് അത് ഇന്ന തരത്തിലുള്ള വിഷമാണ് അല്ലെങ്കിൽ അതായത് ന്യൂറോടോക്സിക് ആണോ അല്ലെങ്കിൽ ഹീമോടോക്സിക് ആണോ എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നുള്ളത്. പക്ഷേ വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ എന്ന് ഡോക്ടർമാർക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിന് ക്ലിനിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്. അതായത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനടി നേരെ എന്നെ പാമ്പ് കടിച്ചു, ഞാൻ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു എന്നെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ നേരെ ഒരു 10 വയൽ മറ്റേ ASC ഇഞ്ചക്ട് ചെയ്യല്ല അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യല്ല അവർ ചെയ്യുക. അതിൻ്റേതായ ഒരു ക്ലിനിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതിനെ WBCD എന്ന് പറയും, ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ടെസ്റ്റിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്താ പറയുക രക്തം എടുത്ത് അതൊരു വയലിൽ സൂക്ഷിച്ച് 20 മിനിറ്റ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ഒബ്സർവേഷനിലാണ്, അതായത് 20 മിനിറ്റിനുള്ളിൽ മനുഷ്യൻ്റെ രക്തം കട്ട പിടിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ രക്തത്തിൻ്റെ പ്രത്യേകത. അതാണ്. അപ്പോൾ ആ ഒരു 20 മിനിറ്റ് ടെസ്റ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒബ്സർവേഷൻ കഴിഞ്ഞാൽ ഈ രക്തത്തെ പരിശോധിക്കും, ആ ഡോക്ടറെ പരിശോധിക്കും. രക്തം കട്ട പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ കടിയേറ്റ വ്യക്തിയുടെ രക്തത്തിൽ ഒരു ജീവിയുടെ വിഷം കലർന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ രക്തത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് ഡോക്ടർമാർക്ക് അനുമാനിക്കാൻ പറ്റും. അതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ രക്തത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ അടുത്ത ടെസ്റ്റുകൾ അല്ലെങ്കിൽ അടുത്ത പരിശോധനകളിലേക്ക് ഡോക്ടർമാർക്ക് കിടക്കാം. അതിനോടൊപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആ കടിയേറ്റ വ്യക്തിക്ക് മറ്റ് ലക്ഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണുകൾ അടഞ്ഞു പോവുക അല്ലെങ്കിൽ ആ ഒരു ന്യൂറോ സംബന്ധമായ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഹീമോടോക്സിക് വിഷം അകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളോ, ഈ ഒരു ഇത്രയും ലക്ഷണങ്ങൾ പരിശോധിച്ചിട്ടാണ് ഡോക്ടർ ഒരു അനുമാനത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ വ്യക്തിയെ പാമ്പ് കടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തോ കടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിഷം ആളുടെ രക്തത്തിലേക്ക് കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചോദ്യം ചോദിച്ച പോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റ ആളുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഡോക്ടർ അത്തരത്തിൽ തീരുമാനിക്കുന്നത്. പാമ്പുകളെ അകറ്റി നിർത്താവുന്ന പേരിൽ പ്രചരിക്കുന്ന കുറെ നാട്ടറിവുകളുണ്ട്. ഈ വെളുത്തുള്ളി ചതച്ചിടുക, മുരിങ്ങയില ചതച്ച് കളിക്കുക, അതൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ അതിൽ? നമുക്ക് ഈ പാമ്പ് അല്ലെങ്കിൽ പാമ്പിനെ അകറ്റാനായിട്ട് പണ്ട് തുടങ്ങി ഒരുപാട് നാട്ടറിവുകൾ നിലവിൽ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മണ്ണെണ്ണ, അതുപോലെ തന്നെ പാൽക്കായം, വെളുത്തുള്ളി. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാർബോളിക് ആസിഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള വൈബ്രേറ്ററോ അങ്ങനെ വൈബ്രേഷൻ അല്ലെങ്കിൽ അൾട്രാ സൗണ്ട് ഉള്ള സംവിധാനങ്ങൾ, മിഷനറീസ് പാമ്പിനെ ഏറ്റാനായിട്ട് വന്നു തുടങ്ങി.
അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ചുറ്റുപാടിൽ നിന്നും പാമ്പുകളെ അകറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ പാമ്പിനെ അകറ്റാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, വീടിന് ചുറ്റുപാടും അല്ലെങ്കിൽ വീടിനകവും വൃത്തിയായിട്ട് ഇരുത്തുക അല്ലെങ്കിൽ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ നമ്മൾ വളരെ ക്ലീൻഡ് ആയിട്ടുള്ള വളരെ വൃത്തിയുള്ള വീടുകളിൽ നിന്നും, വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും, വീടിനകത്തു നിന്നും, അടുക്കളയിൽ നിന്നൊക്കെ നമുക്ക് പാമ്പുകളെ പിടികൂടാൻ അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാമ്പുകളുടെ പ്രധാനമായിട്ടും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ വീടിന് ചുറ്റുപാടിലുള്ള ചെറു ജീവികളായിട്ടുള്ള എലികളും അല്ലെങ്കിൽ അതുപോലുള്ള റോഡൻസും അല്ലെങ്കിൽ ഓന്ത് അല്ലെങ്കിൽ ചെറിയ പക്ഷികൾ, തവള, ഇതുപോലുള്ള ജീവികളാണ് പാമ്പുകളുടെ പ്രധാനമായിട്ട് ഭക്ഷണം. ഈ ഭക്ഷണം നമ്മുടെ വീടിന് ചുറ്റുപാടും ഉണ്ടോ, പാമ്പ് അകത്തേക്ക് കയറി വരും. അല്ലെങ്കിൽ വീടിനകത്തേക്ക് ഈ ഇരകളെ തേടി അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്തിട്ട് പാമ്പ് ഒരുപക്ഷെ വീടിനകത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ പാൽക്കായം, വെളുത്തുള്ളി, ഇത് തെളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഇറിറ്റേഷൻ ഉണ്ടാകും എന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയിലാണ്. അത് പാമ്പുകളെ സംബന്ധിച്ചോളം അത്തരത്തിലൊരു ഇറിറ്റേഷൻ അവർക്ക് ഫീൽ ചെയ്യില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു മണ്ണെണ്ണ ക്യാൻ ഒന്ന് ചെരിഞ്ഞു അല്ലെങ്കിൽ 2 തുള്ളി മണ്ണെണ്ണ അവിടെ താഴെ വീണ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വെളുത്തുള്ളി ഒന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ ഒന്ന് വെളുത്തുള്ളി ചവച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ ചവച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്മെല്ലിൽ നമുക്ക് നമ്മുടെ മൂക്കിലൂടെ ആ ഒരു മണം അല്ലെങ്കിൽ ആ ഒരു ഗന്ധം നമുക്ക് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ പാമ്പുകളിലേക്ക് വരുമ്പോൾ, പാമ്പുകളുടെ നാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള 2 ഫോർക്ക്ഡ് ആയിട്ടുള്ള 2 എന്താ പറയുക മുറി നാക്കാണ് 2 സൈഡിലേക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിന് മൂക്ക് പ്രധാനമായിട്ടും ശ്വസിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. പ്രധാനമായിട്ടും അവർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്മെല്ല് അവർ കൂടുതലും തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഗന്ധം തിരിച്ചറിയുന്ന അവരുടെ നാക്കിലൂടെയാണ്. അത് നമ്മൾ ഇപ്പോൾ സസ്തനികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവികൾ മൂക്കിലൂടെ തിരിച്ചറിയുന്ന പോലെയല്ല. അവർക്ക് കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അത് ഈ നാക്ക് പുറത്തേക്ക് നീട്ടുന്നു, അകത്തേക്ക് ഇടുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പാമ്പിൻ്റെയൊക്കെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് നീട്ടി അകത്തേക്ക് ഉള്ളിലോട്ട് വലിക്കുന്നു. ഇതൊരു കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് പാമ്പുകളിലുള്ള ഒരു പ്രത്യേകതയാണ്. ഈ നാക്ക് പുറത്തേക്ക് നീട്ടുമ്പോൾ ഈ ഇരുവശങ്ങളിലുള്ള അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ആ ഒരു കെമിക്കൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഓഡർ പാർട്ടിക്കിൾസ്, സെൻ പാർട്ടിക്കിൾസ്, മണമുള്ള രാസ കണികകൾ ഈ നാക്കിൽ ഒട്ടിപ്പിടിച്ച് ഇത് ഉള്ളിലോട്ട് വലിക്കുമ്പോൾ ഉള്ളിലൊരു വൊമിറോനാസൽ ഓർഗൻ എന്ന് പറയും, അല്ലെങ്കിൽ ജേക്കബ്സൺസ് ഓർഗൻ എന്നൊക്കെ പറയുന്ന ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മേൽത്തടിയിലുള്ളൊരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഈ ഒരു അവയവത്തിലേക്ക്, ഒരു അവയവമാണ്. ഈ ഒരു അവയവത്തിലേക്ക് ഇത് ടച്ച് ചെയ്യുമ്പോൾ ആ സിഗ്നൽ നേരെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് ബ്രെയിനിലേക്ക് ഇത് കൊടുക്കുകയാണ്, ഈ ഒരു സന്ദേശം നൽകുകയാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇവർ ഇത് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ഇരയാണോ അല്ലെങ്കിൽ ഒരു തന്നെ ആക്രമിക്കാമെന്നൊരു ജീവിയാണോ അല്ലെങ്കിൽ മാളമാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നവർ കൂടുതലും നാക്ക് ഉപയോഗിച്ചിട്ടാണ്. ചില പാമ്പുകൾക്ക് ഈ നാക്കിനോടൊപ്പം തന്നെ, നാക്കിൻ്റെ ഈ ഒരു സെൻസിങ് കപ്പാസിറ്റിയോടൊപ്പം തന്നെ അവർക്ക് കണ്ണിനും മൂക്കിനും ഇടയിലൊരു 2 ഗ്രന്ഥികളുണ്ട്. താപസംവേദന ഗ്രന്ഥി അല്ലെങ്കിൽ ചില പാമ്പുകൾക്ക് ലേബിയൽ പിറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ചില പാമ്പുകൾക്ക് ലോറിയൽ പിറ്റ്സ് എന്ന് പറയും. ലേബിയൽ പിറ്റ്സ് എന്ന് പറയുന്നത് മലമ്പാമ്പ് പോലെയുള്ള വലിയ പാമ്പുകൾക്ക് ഈ ഒരു താപസംവേദന ഗ്രന്ഥികൾ ഇരുവശത്തും ആയിട്ടുണ്ട്. അതുപോലെ അണലിയുടെ ഉപകുടുംബമായിട്ടുള്ള പിറ്റ് വൈപ്പർ ഫാമിലി, അതിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു താപസംവേദന ഗ്രന്ഥി ഉണ്ട്. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള അന്തരീക്ഷത്തിലെ ഊഷ്മാവിൻ്റെ വ്യത്യാസം അവർക്ക് ഈ മൂക്കിൻ്റെ പുറകിലുള്ള ഈ ഒരു സുഷിരത്തിലൂടെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ പാൽക്കായം, വെളുത്തുള്ളി അല്ലെങ്കിൽ മണ്ണെണ്ണ, ഇപ്പോൾ നമ്മൾ ഞാനൊരു അതിശയോക്തിയോട് പറയല്ല, നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയാണ്. ഒരു വീട്ടിൽ ഇതുപോലെ പോയി, അവിടെ ചെന്നപ്പോൾ പാൽക്കായം, വെളുത്തുള്ളി ഇവർക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. കാരണം ഇത് പാമ്പിനെ അയറ്റാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണെന്നാണ് പലരും ചിന്ത. അപ്പോൾ ആ ഒരു വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ അവിടെ പാൽക്കായം, വെളുത്തുള്ളി ഏതിലൊന്നോ അവരുടെ കൈവശമില്ല, പാൽക്കായം തോന്നും ഇല്ലാത്തത്. പിന്നെ വേറെ എന്താ ചതച്ച് എന്താ പറയുക കലക്കി ഒഴിക്കാമെന്ന് ഇവർ ചിന്തിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇഞ്ചിയും പച്ചമുളകാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഒപ്പം ഒരു കൂട്ടിന് ഇഞ്ചിയും ഒരു സ്മെല്ലുണ്ടല്ലോ, അതുപോലെ പച്ചമുളകും എരിവാണല്ലോ, ഇത് 3ഉം കൂടെ അരച്ച് കലക്കി അവിടെ തെളിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പാമ്പുകളെ കെട്ടാനായിട്ട് ഉതകുന്നതല്ല എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വാഹനങ്ങളുടെ എഞ്ചിൻ റൂമിൽ നിന്ന് നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ റേഷൻ കടയിൽ മണ്ണെണ്ണ ക്യാൻ ഇരിക്കുന്ന അതിൻ്റെ മൂലയിൽ നിന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി
ചാക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാമ്പിന് ആ ഒരു അത്തരത്തിൽ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ആ പാമ്പിനെ അപകടത്തിലാക്കിയപ്പോൾ മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ പോലുള്ള കെമിക്കലുകൾ പാമ്പിൻ്റെ ശരീരത്തിലായി കഴിഞ്ഞാൽ പൊള്ളും, അല്ലെങ്കിൽ ആ സ്കിന്ന് നശിച്ചു പോവും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് ആ ഒരു അപകടം തിരിച്ചറിയാനുള്ള കഴിവൊന്നും പാമ്പുകൾക്കില്ല. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇരയെ പിടിക്കുക, എത്രയും പെട്ടെന്ന് ഒരു മാളത്തിലേക്ക് വിളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുപോലെ പല സിറ്റുവേഷനിലും ഇപ്പോൾ പൊത്തിനകത്തിരിക്കുന്ന ഒരു മൂർഖൻ പാമ്പാണെങ്കിൽ നമ്മളല്ല ഈ വീട്ടുകാർ പാനിക്കായിട്ട് നമ്മളെത്താൻ വൈകുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ചിലപ്പോൾ മണ്ണെണ്ണയൊക്കെ ആ ഭാഗത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ എത്തുന്നതിന് മുന്നേ ഈ അവിടെ വേറെ അനക്കവും കാര്യങ്ങളൊന്നും ഇല്ല, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും പുറത്ത് അവർക്ക് ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മൂർഖൻ പതിയെ ഇറങ്ങി ഈ മണ്ണെണ്ണയുടെയും ഡീസലിൻ്റെയും മുകളിലേക്കൂടെയാണ് ഇറങ്ങി രക്ഷപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഈ മണ്ണെണ്ണയും ഡീസലോടെ ഉണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷെ അവർക്ക് അവിടെ ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അവിടെ മണ്ണെണ്ണയോ ഈ പറഞ്ഞ പാൽക്കായ വെളുത്തുള്ളിയൊന്നും പ്രായോഗികമല്ല. കേരളത്തിലെ പാമ്പ് സംരക്ഷണ പ്രവർത്തനത്തിന്റെ ആധുനിക മുഖമാണ് സർപ്പ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. അതായത് നമുക്ക് 2020 മുതലാണ് ഈ പറയുന്ന സർപ്പ സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു സ്നേക്ക് റെസ്ക്യൂ ഗൈഡ് ലൈൻ വരുന്നത്. ഇന്നിപ്പോൾ 2026 നമ്മളിവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് 3700ഓളം പേര് നമ്മുടെ സർപ്പയുടെ ഭാഗമായിട്ട് സർപ്പ വളണ്ടിയേഴ്സായിട്ട് സർപ്പ ടീമിലുണ്ട്. ഈ സർപ്പ എന്ന് പറയുന്നത് ഒരു പദ്ധതി എന്നതിലുപരി അതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. 2020 തൊട്ട് ഈ ഒരു സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതായത് ഒരു സർവീസ് നിങ്ങളുടെ വീട്ടുപടിക്കിലേക്ക് എത്തുകയാണ്. ആ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനം വകുപ്പിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്നേക്ക് റെസ്ക്യൂയേഴ്സ് അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക്, നിങ്ങളുടെ വീടിനകത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപാടുകളിലോ നിങ്ങൾക്കോ അതായത് പൊതുജനങ്ങൾക്കോ പാമ്പിനോ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യങ്ങളിൽ പാമ്പുകളെ കാണുകയാണെങ്കിൽ അതിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് വനം വകുപ്പിനെ ഹാൻഡ് ഓവർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു സർപ്പ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു പാമ്പിനെ കണ്ടു, അടുക്കളയിലൊരു പാമ്പിനെ കണ്ടു, നിങ്ങൾക്ക് ഈ സർപ്പ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ആൻഡ്രോയിഡ് ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ iOS വേർഷൻ ഐഫോണിലോ നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ സ്നേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പിക്ചറടക്കം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഉടനെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആ നിയറസ്റ്റ് അടുത്തുള്ള ഏതൊക്കെ റെസ്ക്യൂയേഴ്സ് ഉള്ളവർക്കൊക്കെ ഇത് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ആ പരിധിയിലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകളിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിലാർക്കാണോ അവിടെ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ ചെല്ലുക അവർക്ക് ഈ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലൊക്കേഷൻ ഫെച്ചിങ് ആണ് ഇതെല്ലാം ഒരു GPS സംവിധാനത്തോടു കൂടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പബ്ലിക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇന്ന ലൊക്കേഷനിലൊരു പാമ്പിൻ്റെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോട്ടിഫിക്കേഷൻ സർപ്പ വളണ്ടിയേഴ്സിന് കിട്ടും. നേരെ ആ ലൊക്കേഷൻ ടച്ച് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് അവിടെ എത്തിപ്പെടാൻ പറ്റും. അപ്പം ഈ പറയുന്ന കോൺടാക്ട് നമ്പറും അതിൽ വിസിബിൾ ആയിരിക്കും. അപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2026 വരെ 2020 മുതൽ 2026 വരെ ഏതാണ്ട് ഒരു 6 വർഷത്തോടുകൂടി ഏതാണ്ട് ഒരു 80,000-ൽ താഴെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് സർപ്പയുടെ അതിലുപരി കേരള വനം വകുപ്പിൻ്റെ ഒരു വിജയമാണെന്ന് തന്നെ പറയാം. ഈ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നത് പ്രധാനമായിട്ടും കാട്ടിൽ വിട്ടിട്ടാണല്ലോ, പിടികൂടി കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ പാമ്പുകൾ തിരിച്ചു വരുന്നതാണ് കൂടുതൽ അപകടങ്ങൾക്കും കൂടുതൽ പാമ്പുകൾ പെരുകാനും കാരണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനം വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? പാമ്പുകൾ ഇപ്പം നിലവിൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന പാമ്പുകളെ കാടിനകത്ത് റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വനം വകുപ്പിന് ഹാൻഡ് ഓവർ ചെയ്ത് വനം വകുപ്പ് നേരെ കാടിനകത്ത് കൊണ്ടുപോയി റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ നമ്മുടെ പൊതുജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അവർ വിചാരിച്ചിരിക്കുന്നത് ഈ കാട്ടിൽ കൊണ്ടുപോയി റിലീസ് ചെയ്യുന്ന പാമ്പുകൾ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒന്ന്, പാമ്പുകളുടെ ആ ഒരു സഞ്ചാരം വളരെ കുറവാണ്. അവർക്ക് നാട്ടിൽ അവർ ആ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു പാമ്പിനെ നമ്മൾ കാട്ടിൽ കൊണ്ടുപോയി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് ഇതേ ഒരു സ്ഥലത്തേക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പൂച്ചയോ അല്ലെങ്കിൽ നായയോ ഒക്കെ നമ്മൾ കുറച്ച് ദൂരെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ 1-2 ദിവസങ്ങളിലേ അവരത് ട്രാക്ക് ചെയ്ത് മണം പിടിച്ച് അവർ തിരിച്ച് ആ ഒരു സെയിം സ്ഥലത്തേക്ക് എത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ പേഴ്സണലിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കഴിവൊന്നും പാമ്പുകൾക്കില്ല. അപ്പോൾ നമ്മൾ ഈ കൊണ്ടുവിടുന്ന പാമ്പുകൾ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് പാമ്പുകൾ നമ്മുടെ നാട്ടിൽ പെരുകുന്നു എന്ന് പറയുന്നതൊക്കെ
തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. പലരും പറയുന്നുണ്ട് ഇത് ആദ്യമൊക്കെ പാമ്പുകളെ ഒരുപാട് തല്ലിക്കൊന്നിരുന്നു, ഇപ്പോൾ റെസ്ക്യൂർമാർ അല്ലെങ്കിൽ പാമ്പുകളെ പിടികൂടി അതിനെ രക്ഷപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടി, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാമ്പുകളും വളരെ എണ്ണത്തിൽ കൂടിയെന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം ഇന്നും പാമ്പുകളെ കൊല്ലുന്നവരുണ്ട്. ഇന്നും പലരും ഈ പറയുന്ന വീടിനകത്ത് കയറുന്നതും അല്ലെങ്കിൽ വീടിൻ്റെ തൊടിയിൽ കാണുന്നതുമായിട്ട് പാമ്പുകളെ കൊല്ലുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ നിയമപരമായിട്ട് പറയുകയാണെങ്കിലോ ഈ പാമ്പുകൾ വന്യജീവികളാണ്. നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമം 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പാമ്പുകളെ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ കാണുന്ന ഒരു പാമ്പുകളെയും കൊല്ലാനുള്ള റൈറ്റ്സ് നമ്മുടെ പൊതുജനങ്ങൾക്കില്ല. ശിക്ഷാ നടപടികൾ ഉണ്ടായേക്കാവുന്ന കുറ്റകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. വീടിനകത്ത് പാമ്പുകൾ ഇപ്പോൾ അതായത് വീടിനകത്ത് വരുന്ന പാമ്പുകളെ ഇപ്പോഴും പലരും കൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിയമത്തിൻ്റെ പേരും പറഞ്ഞ് ഇന്ന് വരെ വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥരും ആ ഒരു പേരും പറഞ്ഞ് കേസ് ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ശിക്ഷാ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയോ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതൊക്കെ നിയമങ്ങൾ എന്ന് പറഞ്ഞാലും ആ നിയമങ്ങളൊക്കെ എന്താ പറയുക, അടിസ്ഥാനപരമായിട്ട് ഇത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്, മനുഷ്യൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇത്തരം എന്താ പറയുക ഉഗ്രവശമുള്ള അല്ലെങ്കിൽ പാമ്പുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവികളൊക്കെ വീടിനകത്ത് വരുമ്പോൾ മനുഷ്യരതിനെ ആക്രമിക്കുന്നതിനെ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതിനെ ഒരിക്കലും ഈ പറഞ്ഞ നിയമപരമായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് അതിന് നടപടിയൊന്നും എടുക്കാറില്ല. ഈ നിയമ നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ഇപ്പോൾ പാമ്പുകളുടെ ആവാസസ്ഥലത്തേക്ക് നമ്മൾ അവിടെ കടന്നു ചെന്ന് ചുമ്മാ നമുക്ക് ഒരു ഷോ കാണിക്കാനൊക്കെ പോയിട്ട് ഇപ്പം പെരുമ്പാമ്പിനൊക്കെ പിടിച്ച് കഴുത്തിൽ തൂക്കി ഫോട്ടോ എടുക്കുന്നതിന് പ്രദർശനത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ പരാതിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വനം വകുപ്പ് ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അല്ലാതെ ഈ പറയുന്ന ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും ഇതുവരെ വനം വകുപ്പ് ആക്ഷൻ എടുത്തിട്ടില്ല. ഇനി ആക്ഷൻ എടുക്കാനും വനം വകുപ്പിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതൊരു നമ്മുടെ ഈ നാട്ടിലൊരു വിശ്വാസമാണ്, പൊതുവായ വിശ്വാസം, പാമ്പിന് പകയുണ്ടെന്ന്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നാണ് ചിന്തിക്കുന്നത്? നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്രെയിനും വളരെ എന്താ പറയുക പ്രത്യേകിച്ച് വലിയൊരു വികാസം പ്രാപിച്ച തലച്ചോറൊന്നുമല്ല. ഇന്നാളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വിഷൻ പോലും അവർക്ക് പാമ്പുകളെ സംബന്ധിച്ചോളം അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അത് ഈ ഒരു പകയുമായി ബന്ധപ്പെട്ട പല കഥകളും പണ്ട് തൊട്ടേ പൂർവികർ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആൺപാമ്പിനെ അല്ലെങ്കിൽ പെൺപാമ്പിനെ അടിച്ചു കൊന്നാൽ അതിൻ്റെ ഇണ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിത്രം അവരുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൽ സൂക്ഷിച്ചു വയ്ക്കും. പിന്നീട് മറ്റുള്ള കൂട്ടാളികളൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു ആരോണം ആക്രമിച്ച ആളെ വന്ന് കടിക്കും, ആളെ ഒന്ന് ഉപദ്രവിക്കും എന്നൊക്കെ പറയുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കഴിവൊന്നും പാമ്പുകൾക്കില്ല. പാമ്പുകളുടെ വിഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലാണ്. അത്ര വികാസം പ്രാപിച്ച അപ്പോൾ നമ്മളെപ്പോലെ കൃത്യം നിറങ്ങളോ അല്ലെങ്കിൽ കൃത്യം ഒരു രൂപമോ ഒരു ശരീരഘടനയോ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നും പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ഒരാളെ ഇപ്പോൾ അതൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ അതൊരു ഇന്ന ജീവിയാണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒന്നും പാമ്പുകൾക്കില്ല. പിന്നെ പാമ്പുകളുടെ തലച്ചോറ് വളരെ ചുരുങ്ങിയ, വളരെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ വളരെ എന്താ പറയുക ദുർബലമായിട്ടുള്ള ഒരു തലച്ചോറാണ്. അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കഴിവെന്ന് പറയുന്നത് ഒരു ഇരയെ തപ്പിപ്പിടിക്കുക. ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു മാളത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹൈഡ് ഔട്ട് അവർക്ക് തേടി കണ്ടെത്തുക, എന്താ പറയുക ആക്രമണകാരികളിൽ നിന്ന് മാറി ഒളിച്ച് രക്ഷപ്പെടാൻ ഉള്ള കാര്യങ്ങൾ അവർ നോക്കുക. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാളങ്ങളിലേക്കും മറ്റുള്ള ഹൈഡ് ഔട്ടിലേക്കും അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഈ ഒരു കഴിവ് മാത്രമേ പാമ്പുകളെ സംബന്ധിച്ചുള്ളൂ. ഈ പ്രതിവിഷ ചികിത്സാ രംഗത്ത് ഗവേഷകർക്ക് സഹായമായി നമ്മുടെ സർപ്പ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? നമുക്കിപ്പോൾ 2020 മുതലാണ് ഈ ഒരു സർപ്പ ആപ്ലിക്കേഷൻ വനംവകുപ്പിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും സർപ്പയുടെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന പാമ്പുകളെ അതായത് മൂർഖൻ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത്ര എണ്ണം കിട്ടുന്നുണ്ട്. അങ്ങനെ കൃത്യമായൊരു ഡാറ്റ സർപ്പ ആപ്ലിക്കേഷൻ വഴി വനംവകുപ്പിന് ലഭിക്കുകയാണ്. അതുമൂലം ഈ നേരത്തെ പറഞ്ഞ പോലെ ഗവേഷകർക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ കൂടിയാണ് ഗവേഷകർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ ഏതൊക്കെ പാമ്പുകളെ വിഷമുള്ളതായാലും അല്ലെങ്കിൽ വിഷമില്ലാത്തതായാലും ഏതൊക്കെ പാമ്പുകളെ കൂടുതൽ കാണപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഡാറ്റ ഈ ഗവേഷകർക്ക് കിട്ടും. അപ്പോൾ ഈ പ്രതിവിഷ ചികിത്സാ രംഗത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ഡോക്ടർമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഈ ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട് സാധാരണ ഇപ്പോൾ പൊതുജനങ്ങളിൽ പാമ്പ് കടിച്ചാൽ നേരെ ഈ പാമ്പിനെ അടിച്ച് കൊന്ന് എന്താ പറയുക പേസ്റ്റ് ഒഴിവാക്കിയിട്ടായിരിക്കും ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു പാമ്പിനെ ഡോക്ടർമാർക്ക് ID ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഏത് പാമ്പാണ് തിരിച്ചറിയാൻ പോലും പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മളിത് ഒരു പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ സ്കെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ണ് അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഇന്ന പാമ്പാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമെങ്കിലും ഡോക്ടർമാരെ അതിലേക്ക് കൂടുതൽ ട്രെയിൻ ചെയ്തിട്ട് അതായത് ബൈ എക്സ്പീരിയൻസ് അവരിതിനെ കണ്ട് അവർക്ക് പെട്ടെന്നൊരു പാമ്പിനെ തിരിച്ചറിയാൻ അന്ന് 2020 അല്ലെങ്കിൽ തുടക്ക കാലഘട്ടത്തിൽ ഡോക്ടേഴ്സിനൊന്നും ഈ ഒരു പാമ്പുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇന്ന് ഇത് കൃത്യമായിട്ട് പിന്നെ പാമ്പാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളത് ID ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഡോക്ടർമാരത് കൃത്യമായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഇന്ന പാമ്പുകളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രതിവിഷ ചികിത്സാ രംഗത്ത് ഡോക്ടർമാർക്ക് സർപ്പയുടെ എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലുള്ള അതായത് ഇപ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന ഡാറ്റ കിട്ടുന്നുണ്ട്. ഇന്ന സ്ഥലങ്ങളിൽ കൂടുതൽ പാമ്പ് കടി ഏൽക്കുന്നുണ്ട്, ഇന്ന പാമ്പുകളാണ് കൂടുതൽ ഇന്ന സ്ഥലങ്ങൾ ഓരോ ജിയോഗ്രാഫിക്കൽ ഏരിയയിലും ഇപ്പോൾ മൂർഖനാണ് അല്ലെങ്കിൽ അണലിയാണ് അല്ലെങ്കിൽ സോസ്കെയിൽ വൈപ്പറാണ്, ഇതൊക്കെ ഇന്ന സ്ഥലങ്ങളിൽ നിന്നാണ് റെസ്ക്യൂ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ന ഏരിയകളിൽ നിന്നാണ് സ്നേക്ക് ബൈറ്റ് കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ഡാറ്റ ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലഭിക്കുന്നുണ്ട്. ഈ അശാസ്ത്രീയമായ പാമ്പ് പിടുത്തം കൂടുതൽ അപകട സാധ്യത ഉയർത്തുന്ന ഒരു ഒരു അഭിപ്രായം വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വിലയിരുത്തുമെന്ന് പറയാമോ? പാമ്പ് പിടുത്തം അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂയിലെ അശാസ്ത്രീയത എന്നൊക്കെ അല്ലെങ്കിൽ ശാസ്ത്രീയത അല്ലെങ്കിൽ അശാസ്ത്രീയത പൊതുവെ ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ശാസ്ത്രീയതയെക്കുറിച്ച് അല്ലെങ്കിൽ അശാസ്ത്രീയതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോഴും ഇപ്പോൾ നമ്മൾ ഇന്ന് നിലവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ സയൻസ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച് ഇറങ്ങി നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ നമ്മൾ ആ പറഞ്ഞ കാര്യം അടുത്ത അപ്ഡേഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ശാസ്ത്രം അങ്ങനെയാണ്, ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റിലും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പാമ്പ് പിടുത്തത്തിലെ അശാസ്ത്രീയത അല്ലെങ്കിൽ ശാസ്ത്രീയത എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ യോജിക്കുക സുരക്ഷിതമായ രീതിയും സുരക്ഷിതമല്ലാത്ത രീതിയാണ്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു 5 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 8 വർഷം മുന്നേ, കൃത്യം കണക്ക് പറയുകയാണെങ്കിൽ 8 വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ പാമ്പിനെ റെസ്ക്യൂ ചെയ്തിരുന്നു. ഇപ്പോൾ അന്ന് പാമ്പിനെ റെസ്ക്യൂ ചെയ്തിരുന്നത് ചാക്കിലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സർപ്പ ടീം 2020 മുതൽ സർപ്പ ടീം റെസ്ക്യൂ ചെയ്യുന്നത് അതായത് പാമ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ സഞ്ചരിക്കില്ല. അവരെപ്പോഴും ഹൈഡ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ പെട്ടെന്നൊരു മാളം അല്ലെങ്കിൽ ഇരുട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടാണ് അവർ ഒരു കോർണർ ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് അവരുടെ ആ സ്കെയിൽസ് എന്താ പറയുക ഭൂമിയിലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോർണറിലും ടച്ച് ചെയ്ത് പെട്ടെന്ന് വളരെ സുഗമമായിട്ട് അവർക്ക് ഇഴഞ്ഞു പോകുന്നതിന് വേണ്ടി കൂടിയാണ്. പിന്നെ പെട്ടെന്ന് മാളം എപ്പോഴും ഒരു കോർണറിലും അല്ലെങ്കിൽ ആ ഒരു സൈഡിലും ആയിരിക്കുമല്ലോ, അത്തരത്തിലുള്ള മാളങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഒരു പാമ്പിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ പാമ്പ് സഞ്ചരിക്കുന്ന ആ ഒരു പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ സുരക്ഷിതമായ രീതി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഒരു ശാസ്ത്രീയമായ രീതി എന്ന് പറയുന്നതിലുപരി ഏറ്റവും നല്ലത് സുരക്ഷിതമായ രീതിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചാക്കിലാക്കുന്നു അല്ലെങ്കിൽ ബോട്ടിലാക്കുന്നു. കയ്യിൽ ഇപ്പോൾ ഒരു ആയുധങ്ങളില്ലാതെ വെറും കയ്യിലെ നമ്മൾ ആ പാമ്പിനെ എടുത്ത് തൂക്കി നമ്മൾ ഈ ചാക്കിലോ ബോട്ടിലൊക്കെ ആക്കുമ്പോൾ ഒന്ന് പാമ്പിൻ്റെ സുരക്ഷിതത്വം, അതിനേക്കാൾ ഉപരി ആ പാമ്പിനെ പിടിക്കുന്ന ആളുടെ സുരക്ഷിതത്വം അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ പാമ്പിൻ്റെ കടിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സർപ്പ ടീം ചെയ്തുകൊണ്ടിരിക്കുന്ന സുരക്ഷിതമായ രീതി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മാളം, ഒരു കൃത്രിമ മാളം ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു അടുക്കളയിൽ വിറക് പുരയ്ക്കുള്ളിൽ ഇരിക്കുന്ന ഒരു മൂർഖൻ പാമ്പ്, ആ മൂർഖൻ പാമ്പിനെ ഒരു റെസ്ക്യൂവർ അവിടെ ചെന്ന് റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ മൂർഖൻ പാമ്പിൻ്റെ ചിന്ത അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസ്റ്റർബൻസ് വരുന്നു, മൂർഖൻ പാമ്പ് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇറങ്ങി വേറെ എവിടെയെങ്കിലും പോയി ഒളിക്കണം. കാരണം അവിടെ ഓൾറെഡി നമ്മൾ വിറകും മാറ്റും അതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിനടുത്ത് തന്നെ ഈ പറയുന്ന പൈപ്പും അല്ലെങ്കിൽ ആ ഒരു ബാഗും ഒരു കറുത്ത തുണി ഇരുട്ട് ഫീൽ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു മാളം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ആ വിറക് മാറ്റുന്നതിനിടയിൽ പാമ്പ് പതുക്കെ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ
തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാളം അത് പാമ്പിനറിയില്ല, അതൊരു ട്രാപ്പാണെന്നുള്ളത് പാമ്പിനറിയില്ല. പാമ്പിനതൊരു മാളമാണ്. പാമ്പ് തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി വേഗം ആ ഒരു മാളത്തിലേക്ക് കയറിപ്പോവും. അല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് വേറെ സൈഡിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്കെടുത്ത് പാമ്പിനെ ഈ ഹുക്ക് വെച്ച്, ഈ പാമ്പിനെ എടുക്കുമ്പോൾ ഹുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പാമ്പിനെ തൂക്കി പിടിക്കുമ്പോൾ, വാലി തൂക്കി പിടിക്കുമ്പോൾ പാമ്പിനുണ്ടാകുന്ന വേദന. കാരണം നമുക്കറിയാം പാമ്പിൻ്റെ ശരീരം മൊത്തം എന്താ പറയുക, കശേരുക്കളാൽ അല്ലെങ്കിൽ വെർട്ടിബ്രയാണ് ഫുള്ളും. അത് നമ്മൾ ഈ വാലിൻ്റെ ടിപ്പിലേക്ക് തൂക്കി പിടിക്കുമ്പോൾ അവിടെ അത്രയും ഈ പാമ്പിൻ്റെ ലോഡ് മുഴുവൻ അവിടെ വരുമ്പോൾ ഈ ഒരു വെർട്ടിബ്ര ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെയിറ്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഹുക്ക് വെച്ച് ഒന്ന് ഗൈഡ് ചെയ്ത് നിർത്തുന്നത്, സപ്പോർട്ട് ചെയ്തിട്ട്. എന്നിട്ട് നേരെ ഈ ഒരു മാളത്തിൻ്റെ അടുത്തേക്ക് ഈ പാമ്പിൻ്റെ വായ്പാൻ കൊണ്ട് ചെന്നാൽ മാളം കണ്ടു, വേഗം അതിനുള്ളിൽ കയറി വളരെ സുരക്ഷിതമായിട്ട് നമ്മളത് ലോക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പാമ്പിനെ റെസ്ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സുരക്ഷിതമായിട്ട് നമുക്ക് കടി കിട്ടാനുള്ള സാധ്യത കുറയും. പക്ഷേ ഇന്ന് വെച്ച് പാമ്പ് കടിക്കില്ല എന്നല്ല, നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ. ഇപ്പം നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ഇപ്പോൾ ഈ 2020 മുതൽ സർപ്പ വന്നത് മുതൽ പാമ്പ് റെസ്ക്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ സർപ്പ വളണ്ടിയേഴ്സിന് പലർക്കും ഇതുപോലെ കടിയിട്ട് മരണപ്പെടുക വരെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കടിയിട്ട് കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അശ്രദ്ധകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പിഴവുകളുമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു ഗൈഡ് ലൈൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു അപകടമില്ലാതെ റെസ്ക്യൂ ചെയ്യാം. ഇതാണ് നമ്മൾ പൊതുജനങ്ങളോടും അല്ലെങ്കിൽ നിലവിൽ സർപ്പ ടീം അംഗങ്ങളോടും പറയാറുള്ളത്. ഈ തദ്ദേശ സ്ഥാപന തലങ്ങളിൽ സർപ്പ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയാവുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് എന്തായിരിക്കാം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് സർപ്പയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർപ്പ ടീമിന് വേണ്ടി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ആണെങ്കിൽ ഞാനൊരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ വെക്കാമെന്ന് മാത്രം. ഒന്ന്, സർപ്പ ടീമിലുള്ള ഭൂരിഭാഗം റെസ്ക്യൂർമാരും അല്ലെങ്കിൽ വളണ്ടിയർമാരും മറ്റു പല ജോലികളിലും ഏർപ്പെടുന്നവരാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ പറയുന്ന സർപ്പ ടീം അംഗങ്ങൾക്ക് വനം വകുപ്പ് എന്തെങ്കിലും റിമ്യൂണറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്ധന ചെലവ് കൊടുക്കുന്നുണ്ടോ, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വരെ പബ്ലിക്സിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ പറയാൻ പറ്റുന്നത് ഈ പറയുന്ന ഓഫ് ദ റെക്കോർഡ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. നമ്മൾ പലപ്പോഴും നമ്മളെ വിളിക്കുന്ന പബ്ലിക്സിനോട് നമ്മൾ പറയാറുള്ള മറുപടി ഒന്നും കൊടുക്കേണ്ടതില്ല, ഒരു വളണ്ടിയർ സർവീസാണ്, ഒരു സൗജന്യ സേവനം ആയിട്ട് ഇതിന് മുന്നിട്ടിറങ്ങി ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ എങ്കിൽ കൂടി അവർ മറ്റ് പല ജോലികളിൽ നിന്നും ഒരു ഒഴിവ് സമയം കണ്ടെത്തി അല്ലെങ്കിൽ ആ ഒരു സമയം കളഞ്ഞുകൊണ്ടാണ് ഇവരുടെ വാഹനമൊക്കെ എടുത്തിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മാനുഷിക പരിഗണന എന്നുള്ള രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇന്ധന ചെലവ് കൊടുക്കാം എന്നുള്ളതല്ലാതെ, ഇപ്പോൾ ഞാനിതൊക്കെ പറയുമെങ്കിലും ഇതിന് വേറൊരു ഓപ്പോസിറ്റ് വെർഷൻ ഉണ്ട്. അതായത് ഇതൊരു മുതലാക്കി എന്താ പറയുക, ഓരോ പാമ്പിനും ഇത്ര രൂപ ഡിമാൻഡ് ചെയ്യുന്ന പല പ്രവണതകളും പലയിടത്തും നമ്മൾ കാണാറുണ്ട്. അപ്പം അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാതെ പബ്ലിക്സിന് ഈ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഇന്ധന ചെലവ് എന്നുള്ള രീതിയിൽ കൊടുക്കാം എന്നല്ലാതെ, ഇനി അതിൻ്റെ ഭാഗത്തേക്ക് ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഡോഗ് ക്യാച്ചേഴ്സിന് നായ്ക്കളെ ക്യാപ്ചർ ചെയ്യുന്ന അവർക്ക് ഒരു ചെറിയ റെമ്യൂണറേഷൻ എന്തോ കൊടുക്കുന്നുണ്ട്, പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിനേക്കാൾ റിസ്കി ആയിട്ടുള്ള ഒരു സർവീസാണ് ഈ പറയുന്ന സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ ഈ റെസ്ക്യൂ ചെയ്യുന്ന അവർക്ക് ഒരു ദൂരം ക്രമീകരിച്ചോ അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ അതിനനുസരിച്ച് വനംവകുപ്പുമായിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും. അവർക്ക് എന്തെങ്കിലും റെമ്യൂണറേഷൻ നൽകാവുന്ന രീതിയിൽ സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഏറ്റവും ഉപരി പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറയുന്ന വളണ്ടിയേഴ്സിനും അതൊരു വലിയൊരു ആശ്വാസമാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഈ പറയുന്ന സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു പാമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൊതുജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകാനുള്ള ശ്രമം വനംവകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർപ്പ ടീമുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം നടത്തുക. ഈ സർപ്പ എന്ന് പറയുന്ന വനംവകുപ്പിൻ്റെ സർപ്പ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം നിലവിൽ വളരെ എന്താ പറയുക ആക്റ്റീവായിട്ട് നമുക്ക് ചുറ്റുപാടും നടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുക പഞ്ചായത്തും അല്ലെങ്കിൽ ഇതുപോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് ഈ സർപ്പ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം പൊതുജനങ്ങളിലേക്ക്
എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കാര്യമാണ് പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. സർപ്പ ഞാൻ നേരത്തെ പറഞ്ഞു, സർപ്പ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ ഇപ്പോൾ എല്ലാവരും ഈ പറയുന്ന വീട്ടിൽ മിനിമം ഒരു സ്മാർട്ട് ഫോണെങ്കിലും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയാം. അപ്പോൾ മിനിമം ഈ ഒരു സർപ്പ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഒരാളുടെ ഫോണിലെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ഒന്നുകിൽ ആപ്ലിക്കേഷൻ എടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടിയും അതിൽ റെസ്ക്യൂർമാരുടെ ലിസ്റ്റ് എന്താ പറയുക ലൊക്കേഷൻ ഫെച്ച് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള റെസ്ക്യൂർമാരുടെ കോൺടാക്ട് നമ്പറെങ്കിലും നിങ്ങൾക്ക് ആ സർപ്പ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ പറയുന്ന സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ അതിൻ്റെ ലിസ്റ്റ് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്നേക്ക് ബൈറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് പലർക്കും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ പറഞ്ഞ പ്രാഥമികമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും ധാരണയില്ല. അപ്പോൾ ഈ സർപ്പ ആപ്പിൽ നമുക്ക് തൊട്ടടുത്ത് അതായത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയുന്ന ഇത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് ഈ പാമ്പ് കടി ഏറ്റാൽ ചെയ്യേണ്ടുന്ന പ്രാഥമിക നടപടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു വയ്ക്കണം. അതിനുള്ള ഒരു വഴി കൂടിയാണ് ഈ ഒരു സർപ്പ ആപ്പ്. കാരണം അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് ഈ ISV ചികിത്സ ലഭ്യമായിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ മാത്രമാണോ പ്രൈവറ്റ് അല്ലല്ല, ഹോസ്പിറ്റലുകൾ? ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളും ഉണ്ട്. ഇത്ര നേരം ഇപ്പോൾ ഈ പാമ്പുകളെക്കുറിച്ചും പാമ്പുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള സാധ്യതകളെക്കുറിച്ചും വിശദമാക്കിയ ശ്രീ ജോജിന് നന്ദി. ഇതുപോലൊരു ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ എങ്കിലും ഈ കില എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ ഒരു പാമ്പ് വിഷയം നിങ്ങൾ പൊതുജനങ്ങളിലേക്ക് നല്ല നല്ല അറിവുകൾ പകർന്നു നൽകാൻ നിങ്ങൾ തീരുമാനിച്ചത് തന്നെ വളരെ സന്തോഷം. അതിലേറെ അത്തരത്തിലൊരു വിഷയം നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.